നമസ്കാരം ഗൈസ്, ഇറ്റ്സ് മീ അവിനാഷ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ നമ്മുടെ ചങ്ക് അരുൺ സ്മോക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി നമുക്കൊരു ഹെൽമെറ്റ് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. കുറച്ച് പൈസ നമുക്ക് ഒരു ചേട്ടൻ തന്നിട്ടുണ്ട്, ബാക്കി നമ്മുടെ ബ്രോ ഇട്ടോളാന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇപ്പം നമ്മൾ തൃശ്ശൂർ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പോൾ പുള്ളിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നടന്ന് ഇവിടെ നടന്ന് വരാനുള്ള ദൂരമാണ് 400 മീറ്റർ. അപ്പോൾ ബ്രോ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. നമ്മളപ്പോൾ കടയുടെ ഇവിടെ വന്ന് ഹെൽമെറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞ കടയാണ്. നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ തന്നെയാണ് വന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആരാന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പറയേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഹെൽമെറ്റ് ബ്രോയാണ് സ്പോൺസർ ചെയ്തേക്കുന്നത്, അറിയാലോ, ബൈക്ക് പ്രാന്തൻ അരുൺ സ്മോക്കി. പിന്നെ ഇത് നമ്മുടെ ഓണർ ആളും അത്യാവശ്യം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു, നല്ല റേറ്റിലാണ് കുറച്ച് തന്നേക്കുന്നത്. അപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വരിക, നേരെ ഇവിടെ കളക്ഷൻസ് കാണിച്ചു. അതെ, അപ്പോൾ നമ്മളെ സഹായിച്ച ബ്രോയ്ക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. ഇത് നമ്മുടെ അപ്പം മച്ചാനെ നമ്മളിപ്പം തൃശ്ശൂർ നിൽക്കുകയാണ്. തൃശ്ശൂർ സ്റ്റാൻഡിനടുത്താണ്. ഇവിടെ ഒരു റൂം എടുത്തപ്പം അപ്പോൾ നമുക്ക് പട്ടാമ്പി വരെ പോകണം. അവിടെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഒരു ബ്രോ നമുക്കൊരു ആക്ഷൻ ക്യാമറ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് അവിടെ വരെ പോകുമ്പോൾ രാത്രി അവരെ ബുദ്ധിമുട്ടെങ്കിൽ ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു റൂം എടുത്ത്, ഒരു റൂമിന് 350 രൂപയുള്ളൂ. പക്ഷേ റൂം വളരെ മോശമാണ്. അത് വലിപ്പം ചെറുപ്പമൊന്നുമല്ല നോക്കുന്നത്, സൗകര്യമല്ല. നമ്മളല്ലാതെയും കിടന്നിട്ടുണ്ട്, റോഡിൻ്റെ സൈഡിലാരും കിടന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര സിഗരറ്റിൻ്റെ മണമാണ്. അതാണ് അതിൽ സിഗരറ്റ് വലിച്ചിട്ടേക്കാണ്, അതേ ഉള്ളൂ പ്രശ്നം. പിന്നെ വേറൊരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ കണ്ടേ നമ്മുടെ അരുൺ സ്മോക്കി ബ്രോ വാങ്ങിച്ചു തന്ന ഹെൽമെറ്റ് ഉണ്ട്. അത് SMKയുടെ ഹെൽമെറ്റാണ്. വളരെ താങ്ക്സ് ഉണ്ട് ബ്രോയ്ക്ക്. അപ്പം നീ ഇന്നത്തെ വീഡിയോ കഴിയുന്നില്ല, ഞാനൊന്ന് കിടക്കാൻ പോകണം. കണ്ണൻ കണ്ടില്ല, അതായത് ഫുള്ള് ഈ വണ്ടിയിലായിരുന്നു, അതായത് KSRTC അപ്പം ഇരുന്ന് നട്ടലൊക്കെ ഓടിച്ച്. അപ്പം ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. അപ്പം നമുക്ക് രാവിലെ പട്ടാമ്പിയിലേക്ക് പോവാം. അവിടെ പോയി ആക്ഷൻ ക്യാമറയുടെ കാണിച്ചിട്ട് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് തീർക്കാം. അപ്പോഴേ പിന്നെ എനിക്ക് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 13-ാം തീയതി പോകുന്നായിരുന്നു പറഞ്ഞത്. അത് നമ്മൾ 2 ദിവസം എക്സ്റ്റെൻഡ് ചെയ്തു, കാരണം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഒരു പൈസയുടെ കുറച്ച് പ്രശ്നം. 2 ദിവസമേ ഉള്ളൂ, വെറും 2 ദിവസം ക്ഷമിക്കുക നിങ്ങളെ കേട്ടോ. ഞാനിങ്ങനെ വേറെ ഒന്നുമല്ല, ക്ഷമിക്കണേ. 2 ദിവസം, അതായത് നമ്മൾ ശനി ഞായർ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. അതിലൊരു മാറ്റമില്ല, ഉറപ്പാണ്. അപ്പോൾ ശരി, ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി. ഇപ്പം രാവിലെ 6 മണിയായി. ഇപ്പം ഞാൻ KSRTC സ്റ്റാൻഡിലേക്ക് പോവാണ്. ഇതേ ബസ് പോകുന്നുണ്ടല്ലേ, ഇവിടെ അടുത്ത സ്റ്റാൻഡാണ്. അപ്പം അടുത്ത് നമ്മൾ പട്ടാമ്പിയിലേക്കാണ് പോകുന്നത്. പട്ടാമ്പി ചെന്നിട്ട് നമ്മുടെ ആക്ഷൻ ക്യാമറ മേടിക്കണം, എന്നിട്ട് വീട്ടിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ അങ്ങോട്ടങ്ങ് പോവാണ്. അപ്പോൾ അരുൺ സ്മോക്കി ബ്രോയ്ക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട്, കാരണം ഇപ്പം നമ്മളെ ഇങ്ങനെ ഇത്ര ഹെൽപ്പ് ചെയ്തതിന് വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പം നമുക്കിനി അങ്ങോട്ട് പോയേക്കാം. ഇപ്പോൾ നമ്മൾ പട്ടാമ്പി സ്റ്റാൻഡിലാണ്. പട്ടാമ്പി ഞാനിവിടെ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയേക്കാണ് നമ്മുടെ കൈപ്പുറത്തേക്ക്. പക്ഷേ ഇതിപ്പോൾ ഞാൻ നോക്കുന്നത് ഇത് പട്ടാമ്പിയാണോ അതോ ബംഗാളാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയത്, ഇത്ര ആൾക്കാർ, ഇത് ഫുള്ള് ബംഗാളികളാണ്. എല്ലാവരും ജോലിക്ക് പോകാൻ പോവാണ്.
ഇതിപ്പോൾ ഇർഷാദിൻ്റെ വാപ്പയാണ്. അപ്പോൾ പേര് പറഞ്ഞേ. അനിയൻ. ഇത് വേണ്ടേ? അന്നാമറിയോ? അന്നാമറിയോ? ഒരു ഹായ് പറ. ഹായ് പറയും. ടാറ്റാ ടാറ്റാ പോവാട്ടാ ടാറ്റാ. ഹായ്. പോവാ ടാറ്റാ. പോട്ടെ. എവിടെ വെക്കണം? ഹെൽമെറ്റ് ആണോ? നമ്മുടെ ഇർഷാദിന്റെ അനിയനാണ് അല്ലേ? നമ്മളെ വിടാൻ വന്നെയാണ്. ടാറ്റ പോട്ടെ. ഓക്കെ. ഇപ്പോൾ നമ്മൾ പട്ടാമ്പി സ്റ്റാൻഡിലാണ്. അപ്പോൾ തിരിച്ച് ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. ഇപ്പോൾ നമ്മൾ പട്ടാമ്പിയിൽ എത്തിക്കുന്നു. പട്ടാമ്പി നമ്മുടെ ഒരു ബ്രോ ഉണ്ട്. ബ്രോയുടെ പേരെന്ന് പറഞ്ഞാൽ മൂസിൻ. ഇവിടെ അടുത്ത് തന്നെ. ഇവിടെ വല്ലപ്പുഴ. എത്ര കിലോമീറ്റർ? 9 കിലോമീറ്റർ. 12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് സമയമില്ല. എനിക്ക് 10:30 ട്രെയിൻ ഉണ്ട്. ഓക്കെ പോട്ടെ. കാണാം നമുക്ക്. ഇപ്പോൾ നമ്മൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ടിക്കറ്റ് ഇവിടുന്ന് ട്രെയിന് ഏകദേശം ഒരു 10:30 ആവും. അപ്പം 10:15 നോക്കുകയാണ് ഇവിടെ ഇരിക്കുക. ഇപ്പോൾ നമ്മൾ തിരിച്ച് കായംകുളത്ത് വന്നത്. എൻ്റെ സ്വന്തം നാടാണ് ദി ഗ്രേറ്റ് കായംകുളം. അപ്പോൾ ക്യാമറയുടെ ചാർജ് തീർന്നു. അതാണ് ഇപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതേ നമ്മുടെ ബാഗും പിന്നെ നമ്മുടെ ഹെൽമെറ്റ്. അപ്പോൾ ഗായ്സ്, ഈ കാണുന്നതാണ് നമ്മുടെ ഹീറോ 5 സെക്ഷൻ എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഇതിന് ഡിസ്പ്ലേ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ക്യാമറ. ഇതിനെ കൂടുതലായിട്ട് റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്ത വിഷ്വൽസ് കാണാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ പുതിയ ആക്ഷൻ ക്യാമറ. ഇതിൻ്റെ വോയിസ് എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഇതിൻ്റെ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം നേരത്തെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി ഇച്ചിരി കുറവായിരുന്നു. സൗണ്ടും തീരെ ഇല്ലെന്ന് അതെനിക്കറിയാം. സൗണ്ട് ഇല്ല, പക്ഷേ ക്ലാരിറ്റി അത്യാവശ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതിനും കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ അവിടുന്ന് ഇറങ്ങാൻ നേരത്ത് ഒത്തിരി ലേറ്റായിപ്പോയി. സമയം ഒത്തിരി ആയിരുന്നു. കാരണം അവിടുന്ന് എനിക്കൊരു 10:30 ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ ഒരു 9:45 ആയപ്പോഴേ ഇറങ്ങി. പെട്ടെന്ന് എല്ലാം ധൃതിയായിരുന്നു. അതുകൊണ്ട് ഈ ക്യാമറ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം എനിക്ക് തിരിച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. ലോക്കലായിരുന്നു കയറി. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് കായംകുളത്ത് എത്തിയപ്പോഴത്തേക്കിനും എൻ്റെ ക്യാമറ ഓഫായി. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയൊക്കെയാണ്.
ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറയണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഗോപ്രോയിൽ എടുത്തേക്കുന്നതാണ്. ഇത് ഗോപ്രോ ഹീറോ 5 സെക്ഷൻ എന്ന് പറയുന്നൊരു ക്യാമറയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ ഗൈസ്.